Good morning. Welcome to +1 Political Science class. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 ടു 32 വരെയുള്ള ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ള ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ നമ്മൾ പരിശോധിച്ചു. അതിനുശേഷം നമ്മൾ മൗലിക ചുമതലകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. 1993 സെപ്റ്റംബറിൽ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൻ്റെ ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് രൂപീകരിച്ചതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഈ ആർട്ടിക്കിൾ 3 അനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ 5 അംഗങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതിൽ 3 പേർ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വിരമിച്ച ജഡ്ജിമാരും 2 പേർ മനുഷ്യാവകാശ വിഷയങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനവും അവഗാഹവുമുള്ള ആളുകളുമായിരിക്കണം. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. പ്രധാനമായും മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ജയിലുകൾ, ഹോസ്റ്റലുകൾ, അതേപോലെ മറ്റുള്ള വാസസ്ഥലങ്ങൾ എന്നിവ സന്ദർശിച്ച് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നിയമ നടപടികൾ എടുക്കാൻ അധികാരമില്ലാത്ത ഒരു കമ്മീഷൻ എന്ന രീതിയിൽ ഗവൺമെൻറ്റിനും കോടതികൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല. ഈ കമ്മീഷൻ്റെ പ്രാധാന്യം ഇന്ന് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ധാരാളം തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കുന്നതായി നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. ഈ കമ്മീഷൻ പ്രധാനമായും ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സൈനികർ, പോലീസുകാർ, അതേപോലെ മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ, പൊതുസേവകർ തുടങ്ങിയവർക്ക് മനുഷ്യാവകാശ വിഷയങ്ങളിൽ ആവശ്യമായ അവഗാഹം നൽകുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഗവൺമെൻറ് ഏജൻസികൾ എന്ന പോലെ തന്നെ ഗവൺമെൻറ് ഇതര ഏജൻസികളുമായി സഹകരിച്ച് മനുഷ്യാവകാശ വിഷയങ്ങളിൽ ആവശ്യമായ ബോധവൽക്കരണവും പ്രചരണ പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. എല്ലാ ഡിസംബർ മാസം 10-ാം തീയതിയും മനുഷ്യാവകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ലംഘനങ്ങളെ ഉണ്ടായാലുള്ള പരിഹാരത്തെക്കുറിച്ചുമൊക്കെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പുറമെ സംസ്ഥാന തലത്തിലും പലതരത്തിലുള്ള കമ്മീഷനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വർക്ക് ചെയ്യുന്നു. ഇത്തരം കമ്മീഷനുകൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ വിഭാഗങ്ങൾക്കൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ലാസ്റ്റ് ക്ലാസ് we discussed about fundamental rights article 14 to 32 and fundamental duties. Today we are discussing about National Human Rights Commission, NHRC. In September 1993, the government of India set up a National Human Rights Commission by an act passed by the Parliament. Article 3 of the act provides that out of 5 regular members of this commission, 3 will be retired judges and 2 would be chosen from among the person having knowledge of practical experience in matters relating to human rights.
The former Chief Justice of India, Justice Ranganath Mishra, chaired the first Human Rights Commission. The Act provides for interaction with activists and non-governmental organizations. When NHRC itself gives illustration of the above type, it becomes clear that a lot is to be done for protection of human rights. A National Human Rights Commission by itself cannot remedy the situation. The government, NGOs as well as individuals, activists must make efforts. The NHRC aims at taking the problems of the most vulnerable in society. These have been identified as the scheduled caste and tribes and the minorities. The country requires vast programs of social regeneration which deal with the ancient society wrongs. The Commission also refers to the rights of women and children. The Commission emphasizes the need to re-educate army, police, paramilitary forces and public servants in respect of human rights, but that will not be enough. What is urgently required is that all effort must be initiated by the government as well as non-governmental organizations, religious institutions and individual activities to create awareness among people. The common man and woman must realize the importance of his or her rights and endeavor to protect them. Violation of human rights must be forcefully condemned by society and punished by the state. Every 10th December is observed as a Human Rights Day. And there are another commissions also formed central and state government, which are Women's Commission, Minority Commission, Scheduled Tribe and Scheduled Caste Commission, Children's Rights Commissions, etc., Child Line, etc. Today, the importance of these commissions are increasing day by day. Several human rights violation cases are reporting from several parts of the country. It is a very important topic now. Directive Principles of State Policy. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രനയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ, ചെയ്താൽ ഗുണമുള്ളതും എന്നാൽ നിയമപ്രകാരം നിർബന്ധമാക്കിയാൽ ചില പ്രായോഗിക പ്രയാസങ്ങളുള്ളതുമായ ഒരു കൂട്ടം തത്വങ്ങൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളായി പ്രത്യേകം ഭരണഘടനയിൽ പട്ടികയാക്കി ചേർത്തിട്ടുണ്ട്. അവയെയാണ് രാഷ്ട്രനയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും തൊഴിൽ തുടങ്ങിയിട്ടുള്ള ചില നയങ്ങൾ നടപ്പിലാക്കിയാൽ നല്ലതാണ്. പക്ഷേ ഒരു രാജ്യത്തിനും അത് നിർബന്ധമാക്കുക എളുപ്പമല്ല. ഇത്തരം നയങ്ങളുടെ ഒരു പട്ടിക തന്നെ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. ഇവയെ വിളിക്കുന്ന പേരാണ് രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. 16 വകുപ്പുകളിലായി 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിൽ 16 വകുപ്പുകളിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതാണ്. ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എല്ലാ വിഭാഗം ആളുകൾക്കും ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രം എന്നാണ്. വിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പുവരുത്തുക, എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തുക, അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുക, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയൊക്കെ ഉന്നമനം, സ്ത്രീകളുടെ ഉന്നമനം, ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. നിർദ്ദേശക തത്വങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് തത്വങ്ങൾ, ഗാന്ധിയൻ തത്വങ്ങൾ, അതേപോലെ തന്നെ ഉദാര തത്വങ്ങൾ. ഇതിൽ സോഷ്യലിസ്റ്റ് തത്വങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഭരണഘടനയിലെ 38, 39,
49A, 41, 42, 43 വകുപ്പുകളിലാണ്. ഗാന്ധിയൻ തത്വങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് 40, 43, 46, 48, 48A തുടങ്ങിയ വകുപ്പുകളിലാണ്. ഉദാര തത്വങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് 44, 45, 49, 50, 51 വകുപ്പുകളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടം തത്വങ്ങൾ. ഇതിൻ്റെ ലക്ഷ്യം സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എല്ലാ വിഭാഗം ആളുകൾക്കും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. Directive principles of state policy. What do you mean by directive principles of state policy? There are some goals which are desirable to achieve, but legally enforcing them would be problematic. For example, the right to work. It is a highly desirable goal, but it would be difficult for a developing country to effectively enforce it. There are many of other desirable objectives like this. These desirable objectives are included in the Constitution as a guidelines which may be followed by governments. These guidelines are included in the Constitution as a separate list. This list is called Directive Principles of State Policy. Part 4 of the Indian Constitution, Directive Principles of State Policy, envisage the idea of the welfare state. It gives number of directions to the state: removal of social and legal disabilities, ensuring social justice, reduction of economic inequalities, providing equal opportunities through provision of social services like healthcare, family planning, education, housing, hospitals, etc. It requires the state to provide special attention to SC, ST and backward classes and women. The state should take steps against the concentration of wealth in the hands of a few individuals. There are 16 articles in Part 4 of the Indian Constitution from Article 36 to 51 dealing with the directive principles of state policy. Directive principles of state policy can be divided into three: socialist principles, Gandhian principle and liberal principles. Socialist principles are included in Article 38, 39, 39A, 41, 42 and 43, 43A. Then Gandhian principles are included in Article 40, 43, 46, 47, 48 and 48A. Liberal principles included in Article 44, 45, 49, 51, 50 and 51. The main aim of these principles are ensure the welfare of the nation. Differences between fundamental rights and directive principles of state policy. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ 3-ാം ഭാഗവും ഭരണഘടനയുടെ 4-ാം ഭാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. അതോടൊപ്പം തന്നെ മൗലിക അവകാശങ്ങളും മൗലിക ചുമതലകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിച്ചാലും ഒക്കെ നമുക്ക് ഇത് അതിനകത്ത് ചേർത്ത് എഴുതാൻ വേണ്ടി കഴിയും. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമുക്ക് ഈ പട്ടികയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. മൗലികാവകാശങ്ങൾ നിഷേധ സ്വഭാവമുള്ളവയാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ അനുകൂലാത്മക നിർദ്ദേശങ്ങളാണ്. മൗലികാവകാശങ്ങൾ ജനങ്ങൾക്കുള്ള അവകാശങ്ങളായതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവ ചില സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ്. നിർദ്ദേശക തത്വങ്ങൾ
അവയെ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ അവരോട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. രണ്ടാമത്തത്, മൗലിക അവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. ചില കാര്യങ്ങൾ ചെയ്യരുതെന്നത് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹികവും സാമ്പത്തികവും ജനാധിപത്യപരമായ സമത്വം സ്ഥാപിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ്. അവ പിന്തുടരാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, മൗലികാവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു പരിധി നിശ്ചയിക്കുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ഒരു നിർദ്ദേശക പ്രമാണത്തിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. 4, മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ നീതിനിഷ്ഠമാണ്. അത് വിശദീകരിക്കുകയാണ് 5ാമത്തെ പോയിൻ്റ്. നീതിനിഷ്ഠം എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ ആർക്കെങ്കിലും ലംഘിക്കപ്പെട്ടാൽ അയാൾക്ക് കോടതിയിൽ പോയി അതിനെതിരെ കേസ് കൊടുത്ത് അത് നേടിയെടുക്കാൻ കഴിയും. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ അത്തരം സ്വഭാവത്തിലുള്ളവയല്ല. അവ നീതിനിഷ്ഠമല്ല എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കോടതിയെ സമീപിക്കാൻ അധികാരമുണ്ടായിരിക്കില്ല. 6ാമത്തത്, മൗലിക അവകാശങ്ങൾ ഒരു കൽപ്പനയുടെ സ്വഭാവമാണ് അതിനുള്ളത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾക്ക് ഒരു സ്വേച്ഛാപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പോലെയാണവ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഇത് 3 രീതിയിൽ ചോദിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും അതിൻ്റെ ഉത്തരങ്ങൾ ഇത് തന്നെയാണ്. മൗലിക അവകാശങ്ങളും ചുമതലകളും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിലും, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിലും, പാർട്ട് 3ഉം പാർട്ട് 4ഉം തമ്മിലുള്ള വ്യത്യാസമാണെങ്കിലൊക്കെ ഈ പട്ടിക നമ്മൾ പഠിച്ചാലേ നമുക്കതിന് ആൻസർ ചെയ്യാൻ കഴിയും. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഓർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഓർ ഡിഫറൻസസ് ബിറ്റ്വീൻ പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Look at the diagram. Fundamental rights are negative in character, but directive principles of state policy positive directions. Negative fundamental rights are negative to the government, but directive principles are positive directions to the government. Then second one, fundamental rights impose certain restrictions on the power of the state. It asks the state not to do certain things. But directive principles of state policy ask the state to follow these principles in order to establish a social and economic democracy in the country. Third one, fundamental rights are constitutes limitations upon state actions, but directive principles are in the nature of instrument of instructions. Fourth one, fundamental rights are justiciable in character, which means in the event of infringement of fundamental rights, the person can approach the court for enforcing these rights. But in directive principles of state policies are non-justiciable. If the government does not follow, we cannot approach the court for its implementation. Last one, fundamental rights are mandatory, which means it is compulsory to the government to implement. But directive principles are optional. Directives may or may not follow the directive principles. These are the differences between fundamental rights and directive principles, or differences between part 3 and part 4 of the constitution, or differences between fundamental rights and fundamental duties. Today we are discussed 3 important topics. One is National Human Rights Commission. Second one, directive principles of state policy. Third one, differences between fundamental rights and directive principles. Here are 3 questions. First one, prepare a short note about National Human Rights Commission in India. Second one,
Write about the directive principles of state policy in Indian Constitution. Third one, write the differences between Part 3 and Part 4 of the Constitution, or differences between fundamental rights and directive principles of state policy. നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ പഠിച്ചു. അതിലൊന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചാണ്. 2 രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. 3 മൗലിക ചുമതലകളും മൗലിക അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. 3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇന്ത്യൻ ഭരണഘടനയിലെ രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് വിവരിക്കുക. മൂന്നാമത്തേത്, ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും മൗലിക ചുമതലകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹോംവർക്ക് ചെയ്ത് എല്ലാവരും എനിക്ക് അയച്ചു തരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.